എസ്തേർ രാജ്ഞി ഉപയോഗിച്ച ആയുധം. ഭയത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഒരു ജനത മുഴുവൻ നാശത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഒരു യുവരാജ്ഞി അവർക്കായി നിലകൊണ്ടു. അവളുടെ പേര് എസ്തേർ എന്നായിരുന്നു. പക്ഷേ അവളുടെ ആയുധം ഒരു വാളായിരുന്നില്ല, ഒരു സൈന്യമായിരുന്നില്ല, അധികാരവുമായിരുന്നില്ല. അവളുടെ ആയുധം പ്രാർത്ഥനയായിരുന്നു. അവളുടെ കരുത്ത് ഉപവാസമായിരുന്നു. അവളുടെ ധൈര്യം വിശ്വാസമായിരുന്നു. ഭൂമിയിലെ രാജാവിനോട് സംസാരിക്കുന്നതിനു മുമ്പ് അവൾ സ്വർഗസ്ഥനായ രാജാവിന്റെ മുൻപിൽ പ്രണമിച്ചു. അവൾ പോരാടിയത് ക്രോധം കൊണ്ടല്ല, മറിച്ച് സമർപ്പണം കൊണ്ടായിരുന്നു. അവൾ ഭയത്തോടെയല്ല പ്രതികരിച്ചത്, ദൈവീക ജ്ഞാനത്തോടെയായിരുന്നു അവൾ നീങ്ങിയത്. ദൈവം ആ കഥയെ മാറ്റിമറിച്ചു, മരണത്തിൽ നിന്ന് വിടുതലിലേക്ക്. ഇന്ന് നമ്മുടെ ലോകം ഭിന്നതകളാൽ നിറഞ്ഞിരിക്കുന്നു. വർഗം, ജാതി, മതം, കലഹം. എന്നാൽ അതേ ആയുധം ഇന്നും ഫലപ്രദമാണ്. പ്രാർത്ഥന, വിനയം, സ്നേഹം. നമുക്ക് എസ്തേറിനെ പോലെ എഴുന്നേൽക്കാം, വിഭജിക്കാനല്ല, രക്ഷിക്കാൻ. ഒരു വിഭാഗത്തെ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും. നമ്മൾ ആദ്യം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഏത് സാഹചര്യത്തെയും മാറ്റാൻ അവിടുത്തേക്ക് കഴിയും. നിങ്ങളൊരു കിരീടം ധരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അതേ ആയുധം നിങ്ങളുടെ കൈകളിലുമുണ്ട്.